ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം PCTA ഉണർവ് പ്രോഗ്രാമിൻ്റെ 20ാമത്തെ സെഷനാണിന്ന്. പരീക്ഷാകാലമാണ്, അതുകൊണ്ട് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സെഷനും കൂടെ നമുക്ക് കേൾക്കാം. പരീക്ഷാ സമയത്ത് കൗൺസിലിംഗ് പ്രയോജനകരമാണ്. ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് ബിന്ദു കൊത്തിരിയാണ്. ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്, ട്രെയിനറാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ബ്രില്യൻ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് കൗൺസിലർ കൂടിയാണ്. 1000-ലധികം കൗൺസിലിംഗ് ചെയ്ത ഒരു പരിചയം. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പ്രയോജനകരമാണ്. അപ്പോൾ ആ അനുഭവങ്ങളെയാണ് ഇന്ന് ഈ വിഷയത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. PCTA ഭാഗമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്. മറ്റ് ജില്ലകളുടെ പ്രതിനിധികളുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ട്രെയിനർ ബിന്ദുവിനെയും. ബിന്ദു, യു ആർ വെൽക്കം. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ബാബു തോമസ് സാർ, ഡോക്ടർ മനോഹർലാൽ സാർ, സാബു സാർ, പിന്നെ വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇരിക്കുന്നവരില് പരീക്ഷയുടെ സമയത്ത് ചെറിയ ഒരു ഭയം പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഭയം പോലും അനുഭവപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? നോ. ഇല്ല. എന്റെ ഒരു മകൾക്ക് ഒരു പരീക്ഷാ പേടിയില്ല. ഇല്ല. നല്ല കൂളായിട്ട് എക്സാം എഴുതും. ചെറിയ കൂളായിട്ട് ആശങ്ക പോകും. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ചെറിയ ആശങ്ക. ഒരാശങ്കയും ഇല്ലാതെ TV ഒക്കെ കണ്ട് പത്രമൊക്കെ വായിച്ച് പരീക്ഷിക്കും. എഴുതും. ഓ ഭാഗ്യം. ഈ വാക്കുകൾക്ക് പറയുമ്പോ ഒരു ആശങ്ക എന്നൊക്കെ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു. പക്ഷെ ചെറിയതായിട്ട് ഒരു ടെൻഷൻ ഇല്ലെങ്കിൽ അതെ, ചെറിയൊരു സ്ട്രെസ് ആവശ്യമാണ് അല്ലേ? സ്ട്രെസ് ആവശ്യമാണ്. സ്ട്രെസ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഞാനും കുറെ മെനക്കെട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വരുമോ എന്നൊരു പേടിയെങ്കിലും ഉണ്ടാവില്ലേ അല്ലെ? എത്ര പഠിച്ചാലും. നമ്മൾക്ക് ഈ മുതിർന്നവരായ ആ സമയത്ത് പോലും നമുക്കത് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യമോ, കുട്ടികൾക്ക് മത്സരവും പ്രതീക്ഷകളും ഒക്കെ വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ? മാർക്കും അതുപോലെ റാങ്കും ഒക്കെ അവർക്ക് വളരെയധികം സമ്മർദ്ദങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ അതല്ലാത്ത മറ്റു പല സമ്മർദ്ദങ്ങളും ഉണ്ട്. അപ്പൊ ഈ സമയത്ത് കുട്ടികൾക്ക് വേണ്ടത് ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ അവരെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും യാതൊരു വിമർശനവും ഇല്ലാതെ പിന്തുണയ്ക്കുവാനുമുള്ള ഒരു പ്രഗത്ഭരായ വ്യക്തിയുടെ ഒരു സാമീപ്യം കൂടെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതിനിവിടെ ശരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് വേണ്ടത് ഒരു കൗൺസിലറുടെ ഒരു സഹായമാണ്. എങ്കിൽ അവർ പഠിച്ചതിനെ അവർക്ക് കൃത്യമായിട്ട് പരീക്ഷയിൽ കാണിക്കുവാനും നല്ല മാർക്കുകൾ വാങ്ങുവാനും ഒക്കെ അവരെ അത് വളരെയധികം സഹായിക്കും. ഇനി ഞാൻ എൻ്റെ PPT ഷെയർ ചെയ്യാണേ. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫുൾ സ്ക്രീൻ വന്നില്ലല്ലോ. ഫ്രം ബിഗിനിങ് നിങ്ങൾ നടക്കും. കാണുന്നുണ്ടോ? ഫുൾ സ്ക്രീൻ ആയില്ല. ഫുൾ സ്ക്രീൻ ഫ്രം ബിഗിനിങ് നിങ്ങൾ കൊടുത്താൽ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? കാണാം.
ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലറും ട്രെയിനറും ഒക്കെയാണ്. ഇപ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായിൽ സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബിന്ദു കോതേരി. Instructional objectives ആണ്. By the end of this session, all participants will be able to tell 8 points of the importance of counseling during exams, to recognize healthy coping strategies to manage stress effectively, and to develop a positive mindset towards examination. So, നമ്മുടെ സെഷന്റെ ടോപ്പിക് ആണ് the importance of counseling during exams. ഒരു വിശ്വാസമുള്ള ഒരു ബന്ധമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാൾ റോജേഴ്സ് ആണ് കൗൺസിലിംഗിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഒരു കൗൺസിലർ ക്ലയന്റ് അഥവാ വിദ്യാർത്ഥിയോട് കേൾക്കുകയും വിദ്യാർത്ഥിയെ മനസ്സിലാക്കുകയും അതുപോലെ യാതൊരു വിമർശനവുമില്ലാതെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് തൻ്റെ കഴിവുകളെ മുഴുവനായിട്ട് പുറത്തു കൊണ്ടുവരുവാനും സ്ട്രെസ് ഇല്ലാതെ അവന് പരീക്ഷ എഴുതുവാനും സാധിക്കുന്നു. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പരീക്ഷകൾ. ഈ സമയത്ത് പഠന സമ്മർദ്ദം, പരീക്ഷാ ഭയം, അതിനു പുറമെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ, അല്ലെ? കുട്ടികൾക്കുള്ളതിനേക്കാളും സ്ട്രെസ് ആർക്കുണ്ടായിരിക്കും? അവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കും. അപ്പം അതുമൂലം അവർക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടും. അതിനു പുറമെ കൂട്ടുകാരുമായിട്ടുള്ള താരതമ്യം ചെയ്യുന്നു. തന്നേക്കാൾ മാർക്ക് തന്റെ കൂട്ടുകാരന് കിട്ടിയാൽ അതുമൂലം അവർക്ക് സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിന് ഇവിടെ എങ്ങനെയൊക്കെ സഹായിക്കാം? കുട്ടികളിലെ ഭയത്തെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ആശങ്കകൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ അവർക്ക് ആരോഗ്യകരമായിട്ട് അവരുടെ സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്. കൂടാതെ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ കൗൺസിലിങ്ങിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തെ അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൗൺസിലിങ്ങില് എക്സാമിന്റെ സമയത്ത് കൗൺസിലിംഗ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് റെഡ്യൂസസ് എക്സാം ആങ്സൈറ്റി. പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളരെയധികം ഉത്കണ്ഠ, ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേടിയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഈ കൗൺസിലിംഗ് മൂലം അവർക്ക് എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡ് എക്സാം ഫിയർ. എക്സാമിന്റെ ഫിയറിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് എത്ര തന്നെ പഠിച്ചാലും ഞാൻ പഠിച്ചത് എനിക്ക് അവിടെ എത്തുമ്പോൾ എഴുതാൻ സാധിക്കുമോ, എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, അങ്ങനെ ഫ്യൂച്ചറിൽ അവർക്ക് അങ്ങനെ അത് സാധിക്കുമോ, എന്നെ കൊണ്ട് കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരു ഇതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പം അതിന് എങ്ങനെയൊക്കെ കൗൺസിലിങ്ങിലൂടെ അവർക്ക് ആ എക്സാം ആങ്സൈറ്റിനെ റെഡ്യൂസ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്സാം ഫിയറിനെ മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കും. ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലറോട് അവർ തുറന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ എക്സാം ഫിയർ മനസ്സിലാക്കാൻ സാധിക്കും. അത് റിലാക്സേഷൻ ടെക്നിക്സുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ അവർക്ക് അതിനെ സ്ട്രെസ്, ശരീരവും മനസ്സും റിലാക്സ് ആവുന്നതോടൊപ്പം അവർക്ക് ആങ്സൈറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്ക്, ഈ നിമിഷത്തില് അവര് ഗ്രൗണ്ടിങ് ടെക്നിക്ക് കുറച്ച് നമ്മൾ ഈ നിമിഷത്തിൽ എന്തെല്ലാം തൊട്ട് നോക്കുന്ന, കാണാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുക, അതുപോലെ കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്, അങ്ങനെ കുറെ ടെക്നിക്കുകളുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ
കുട്ടികൾക്ക് എക്സാം ആങ്സൈറ്റി വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഈ ആങ്സൈറ്റി കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കൈകളൊക്കെ വിയർക്കുന്നുണ്ട്, ഹൃദയമിടിപ്പ് അവർക്ക് കൂടുന്നുണ്ട്, അതുപോലെ അവർ പാനിക് ആവും ആ സമയത്ത്. എക്സാം എഴുതുന്ന സമയത്തും ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് തന്നെ അവർക്ക് ആ ആങ്സൈറ്റി കൂടിയിട്ട് ശരീരമിടിപ്പൊക്കെ കൂടും. പിന്നെ കൈകളൊക്കെ വിയർക്കാൻ തുടങ്ങും. ചിലർക്ക് വയറുവേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഈ ആങ്സൈറ്റി കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ ഓവർ തിങ്കിങ്, അവർ പഠിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് കാട് കയറും. ഒരുപാട് ചിന്തിച്ച് പിന്നെ കുറെ സമയം കഴിയുമ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് വരുന്നത് തന്നെ. ആ ചിന്തകളിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതുമൂലം അവർക്ക് മനസ്സിന് വളരെയധികം സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ ഇതിനൊക്കെ അവർക്ക് നല്ല ഒരു കൗൺസിലറുടെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഇംപ്രൂവ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാം. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് ഒത്തിരി ഒരു സെഷൻ അവർ വരുമ്പോൾ, കൗൺസിലിങ്ങിന് വരുമ്പോൾ ഫസ്റ്റ് അവർക്ക് വരുന്നത് സങ്കടമാണ്, കരച്ചിലാണ്. അവരുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവർ കരയാൻ തുടങ്ങും. അപ്പം അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് കൗൺസിലിങ്ങിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഹെൽപ്പ് സ്റ്റുഡൻസ് കൺട്രോൾ മൂഡ് സ്വിങ്സ്. എന്താണ് മൂഡ് സ്വിങ്സ്? ചിലർ കുട്ടികൾക്ക് അതിയായ കോപം, അല്ലെങ്കിൽ അതിയായ സങ്കടം, ദുഃഖം, അങ്ങനെ ഓരോ ഇമോഷൻസും മാറി മാറി വരും. ചിലർക്ക് അത് കൂടുതലായിരിക്കും. ഒരു സമയത്ത് പരീക്ഷയ്ക്ക് പഠിച്ചാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും അന്നത്തെ ദിവസം. പിറ്റേ ദിവസം ചിലപ്പോൾ അത് ആകെ നിരാശയായിരിക്കും. അപ്പൊ അവർക്ക് ഇതൊക്കെ പഠനത്തിനെ ബാധിക്കുന്നുണ്ട്. ഈ പരീക്ഷാ കാലത്ത് അതൊക്കെ സാധാരണമായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് മൂഡ് സ്വിങ്സ്. പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ പീരിയഡ്സിന്റെ ടൈമിൽ അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ മൂഡ് സ്വിങ്സിനെ ശരിക്കും മാനേജ് ചെയ്യാൻ ശരിയായ ഉറക്കം, അതുപോലെ ചിട്ടയായിട്ടുള്ള വ്യായാമമൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണം, പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതൊക്കെ മൂഡ് സ്വിങ്സ് കുറയ്ക്കാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. പ്രിവെന്റ്സ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ. ഇപ്പം ഇമോഷൻസ് ഒക്കെ അതിയായ രീതിയിൽ അവർക്ക് ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗണിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, എൻകറേജസ് പോസിറ്റീവ് തിങ്കിങ്. ഇവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത് നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കും. എപ്പോഴും എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് പറ്റില്ല, അങ്ങനെയുള്ള കുറെ ചിന്തകളായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഒരിക്കൽ ഒരു സെഷനിൽ ഒരു പയ്യൻ വന്നു, കൗൺസിലിംഗ് സെഷനിൽ വന്നതാണ്. അപ്പം അവന്റെ സങ്കടം എന്താന്ന് വെച്ചാല് അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന് അവനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട്, അവനത് കിട്ടുന്നില്ല. അപ്പം അതുമൂലം അവന് വളരെയധികം സങ്കടം വന്ന് കരച്ചിൽ വരുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും കഴിയില്ലല്ലോ, അവൻ ഇത്രയും കാലം പഠിച്ചു മാർക്ക് നേടിയതൊന്നും അവരുടെ മനസ്സിലില്ല. ഈ ഒരു പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ തനിക്ക് കഴിയില്ല, തനിക്ക് ഇനി നല്ല മാർക്ക് കിട്ടില്ല, അങ്ങനെ താൻ വളരെ ലോ ആണെന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതിനെയൊക്കെ കൗൺസിലിങ്ങിലൂടെ അവർക്ക് അവയർനെസ് കൊടുത്ത് അവരെ ഓരോ സൈക്കോതെറാപ്പിയിലൂടെയൊക്കെ റിലാക്സേഷനും ഒക്കെ കൊടുത്തിട്ട് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്ന ഓരോ ടോക്കും, സെൽഫ് ടോക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവരെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുവാൻ ശാന്തമായിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. കൗൺസിലിങ്ങിലൂടെ അവർക്ക് ശാന്തമായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ അവരെ കൗൺസിലിങ്ങിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ അവർക്ക് പ്രകടനം നടത്തുവാനും സഹായിക്കുന്നുണ്ട്.
അവർക്ക് പഠിക്കാനുള്ളതിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി അതിന്റെ ഭാരം കുറച്ച് അങ്ങനെ സ്മോൾ ടാസ്കുകളാക്കി പഠിക്കുമ്പോൾ അതിനവർക്ക് കൂടുതൽ ആശ്വാസത്തോടെ പഠിക്കുവാനും നല്ല രീതിയിൽ സ്കോർ വാങ്ങിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പൊ അതിലേക്കൊക്കെ അവരെ ഒരു റിയലിസ്റ്റിക് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അവരെ ആ പഠനത്തിന്റെ ഇതിലേക്ക് കൊണ്ടുപോകുവാൻ വളരെയധികം സഹായിക്കും കൗൺസിലിംഗ്. അടുത്ത പോയിന്റ്, ബിൽഡ്സ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സ്വയം വിശ്വാസം അല്ലെ, നമുക്ക് നമ്മളിലുള്ള വിശ്വാസം. അപ്പൊ എന്തൊക്കെയാണ് സെൽഫ് കോൺഫിഡൻസ്? സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ആ റൗണ്ടുകളിൽ കാണുന്നതില്ലേ, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകും, അവര് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകും, അതുപോലെ ഗോൾസ് അച്ചീവ് ചെയ്യും, ഒരു സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യാൻ സാധിക്കും അവർക്ക്. അതുപോലെ അവരുടെ സ്ട്രെങ്തിനെ അവർ തിരിച്ചറിയും, ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയുടെ ഗുണങ്ങളാണ് അതൊക്കെ. അപ്പൊ ഓരോ കുട്ടിയും സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് അവരുടെ ഉള്ള കഴിവ് കൂടെ എത്ര പഠിച്ചാലും ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് എക്സാം എഴുതാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അപ്പം ഇപ്പൊ ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കുമ്പം ആ കുട്ടി പലതവണ വീഴുന്നില്ലേ? പലതവണ വീണ് പിന്നീടാണ് പതിയെ അവൻ ആത്മവിശ്വാസത്തോടെ സൈക്കിൾ ഓടിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ പരിശ്രമത്തിലൂടെയാണ് അവന്റെ കോൺഫിഡൻസ് അവിടെ കൂടുന്നത്. ഒരു കുട്ടിയെ അവന്റെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ കൗൺസിലിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ നല്ല ഭയമായിരുന്നു. അങ്ങനെ അവൻ സെഷന് വന്നപ്പോൾ അവന്റെ ആ ഫിയർ എന്നോട് ഷെയർ ചെയ്തു. ആ സമയത്ത് അവനെ ഒരു 5 മിനിറ്റ് ഡെയിലി കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിച്ച് ശീലിപ്പിച്ചു. അങ്ങനെ കുറെ കൂട്ടി കൊണ്ടുവന്നു ആ സമയം. അങ്ങനെ ഒരു മാസമൊക്കെ ആയപ്പോഴേക്ക് അവൻ നന്നായിട്ട് സംസാരിക്കാൻ, അവന്റെ കോൺഫിഡൻസ് പുറത്തു വന്നു. അവൻ ആ കോൺഫിഡൻസോട് കൂടി അവൻ സംസാരിക്കാൻ തയ്യാറായി. അപ്പം അത് ഓരോ പരിശീലനത്തിലൂടെയും അവയർനെസ്സിലൂടെയും അവന്റെ സ്ട്രെങ്തിനെ അവൻ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈ സ്റ്റുഡന്റ് സ്ട്രെങ്ത്, എൻകറേജസ് സെൽഫ് ബിലീഫ്, തന്നിലുള്ള വിശ്വാസത്തിനെ എൻകറേജ് ചെയ്യുവാനും കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. അതുപോലെ റീപ്ലേസസ് നെഗറ്റീവ് സെൽഫ് ടോക്ക് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. നെഗറ്റീവ് സെൽഫ് ടോക്ക്, എനിക്ക് കഴിയില്ല, ഐ വിൽ ഫെയിൽ, ഞാൻ തോൽക്കുമെന്ന്, ആ ഒരു ചിന്തയെ മാറ്റിയിട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന ഒരു ചിന്തയാക്കിയിട്ട് മാറ്റണം. എങ്കിലേ അവന്റെ ആ മൈൻഡ് സെറ്റ് തന്നെ മാറുകയുള്ളൂ. പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നതോടുകൂടി, അത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി അവന്റെ മൈൻഡ് സെറ്റിനെ നമുക്ക് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അതും ഈ നെഗറ്റീവ് ടോക്ക് കുറയ്ക്കാൻ പോസിറ്റീവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം സഹായകരമാണ്. അതുപോലെ വിഷ്വലൈസേഷൻ പ്രോസസ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അടുത്ത പോയിന്റ്, ടീച്ചേഴ്സ് സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്. സ്ട്രെസ് മാനേജ്മെന്റിന്റെ കുറെ കാര്യങ്ങൾ ആ ചിത്രത്തിലുണ്ട്. മ്യൂസിക്, എക്സസൈസ്, ഹോബീസ്, മെഡിറ്റേഷൻ, യോഗ, ടൈം മാനേജ്മെന്റ്, നേച്ചർ, അങ്ങനെ. അപ്പൊ ഇതൊക്കെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങളാണ്. സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, സ്ട്രെസ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഒരു സെഷന് പോകുമ്പോഴാണ് ആ കുട്ടികൾക്ക് അതിനെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എത്ര നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും ഒരു പരീക്ഷ വരുമ്പോൾ താൻ വേണ്ടത്ര പഠിച്ചോ? എത്ര പഠിച്ചാലും മതിയാവില്ല. എല്ലാം പഠിച്ചിട്ട് ഇന്ന് ആരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ടോ? മുഴുവൻ പഠിച്ച ആരും തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല. എപ്പോഴും നമുക്ക് എത്രയെങ്കിലും പോരാന്നല്ലേ തോന്നുള്ളൂ.
അപ്പം കുട്ടികൾക്ക് അവർ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ മുഴുവൻ പഠിച്ചോ, എനിക്കത് ഓർമ്മയുണ്ടാവോ, എന്നെ കൊണ്ട് കഴിയുമോ, അങ്ങനെയുള്ള ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും. ഇപ്പൊ സ്ട്രെസ് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പഠിച്ചത് പോലും അവർക്ക് ഓർമ്മ കിട്ടില്ല. സ്ട്രെസ് കാരണം അവർ എക്സാം എഴുതുന്ന ആ സമയത്ത് തന്നെ അവർക്ക് മൈൻഡ് ചിലപ്പോൾ ബ്ലാങ്ക് ആയി പോകും. പല കുട്ടികളും പറയാറുണ്ട്, നന്നായിട്ട് പഠിച്ചതാണ്, ഞാൻ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ട് സിലബസ്, പക്ഷെ എക്സാം സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്നു, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയിൽ വരുന്നില്ല, തെറ്റിപ്പോകുന്നു, നെഗറ്റീവ് മാർക്കുകൾ കൂടുതലാവുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സ്ട്രെസ്സിനെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ സ്ട്രെസ് മാനേജ് ചെയ്യണം. അതുപോലെ സ്റ്റഡി പ്ലാനിങ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പഠനത്തിനും അതുപോലെ വിശ്രമത്തിനും ഓരോ സമയം കൊടുക്കണം. ഒരു പോമറോഡോ ടെക്നിക്ക് ഇല്ലേ, അതില് 30 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, അങ്ങനെ. അപ്പൊ പഠനത്തിനും വിശ്രമത്തിനും സമയം, ടൈം മാനേജ്മെന്റ്, ടൈം ഉണ്ടാക്കിയെടുക്കണം. ഓരോന്ന് ഇത്ര സമയം. ഇപ്പൊ 30 മിനിറ്റ് പഠിച്ചാൽ 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അപ്പൊ ടൈം മാനേജ്മെന്റ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രയാസമേറിയതിനെ ആദ്യം പഠിക്കാൻ ശ്രമിക്കാം, എളുപ്പമുള്ളതിനെ പിന്നീട് പഠിക്കാം. അത് പഠനത്തെ വളരെയധികം എളുപ്പമുള്ളതാക്കി തീർക്കും. ബ്രേക്ക് ടെക്നിക്സ് ആൻഡ് ഹെൽത്തി റൂട്ടീൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടീൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, ഇതൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ശരിയായിട്ടുള്ള ഭക്ഷണം, മതിയായ ഉറക്കം, ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ വളരെയധികം കുട്ടികൾക്ക് സഹായിക്കുന്നുണ്ട്. പ്രിവെന്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡിപ്രഷൻ ആൻഡ് എക്സ്ട്രീം സ്ട്രെസ്. മാനസികാരോഗ്യം ഏറ്റവും പ്രധാനമാണ് കുട്ടികൾക്ക്. ശാരീരിക ആരോഗ്യത്തിനൊപ്പം തന്നെ മാനസികാരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. മാനസികാരോഗ്യം വേണ്ടത്ര ഉണ്ടെങ്കിൽ മാത്രമേ അവർ പഠിച്ചതിനെ അവർക്ക് ശരിയായ രീതിയിൽ എക്സാമിന്റെ സമയത്ത് പ്രാവർത്തികമാക്കാനും എഴുതുവാനും നല്ല മാർക്ക് വാങ്ങുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പം ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണ്. അപ്പം അതിന്റെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? വാർണിംഗ് സൈൻസ്, അവർക്ക് ടെൻഷൻ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന്റെ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്, അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ളൊരു ദുഃഖം, അതുപോലെ ദേഷ്യം ഉണ്ടാവും, ശ്രദ്ധക്കുറവുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സൈൻസ് കാണുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം. എങ്കിലേ അതൊരു വലിയ പ്രശ്നമായിട്ട് തീരുന്നതിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. വലിയൊരു പ്രശ്നമായി തീരാതെ അതിനെ നമുക്ക് സംസാരിച്ചും അവരുടെ പ്രോബ്ലത്തെ അറിഞ്ഞും മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉറക്കത്തിൽ വരുന്ന മാറ്റവും ഒക്കെ ആളുകളിൽ നിന്നൊക്കെ കുട്ടികൾ മാറി നിൽക്കും. ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നും. ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കാനാണ് കുട്ടികൾക്ക് തോന്നുന്നത്. അവർക്ക് ഈ ഡിപ്രഷൻ വരുന്നതിന് കാരണം തന്നെ അവരൊത്തിരി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, കഴിയുന്നില്ല, എക്സാമിൽ എനിക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, തന്നെക്കുറിച്ച് എത്രത്തോളം നെഗറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നു അതിനനുസരിച്ച് അവരിലെ ആ മൈൻഡ് സെറ്റ് നെഗറ്റീവായി അവരങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും. എല്ലാ കൂട്ടുകാരിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കും, സുഹൃത്തുക്കളോടൊന്നും സംസാരിക്കില്ല, അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അവർ ഒതുങ്ങിക്കൂടും. അപ്പൊ അവരുടെ ആ കാണിക്കുന്ന ആ സൈൻസ്, സ്ഥിരമായിട്ടുള്ള ദുഃഖം, അതുപോലെ ദേഷ്യം, ശ്രദ്ധക്കുറവ്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? പ്രൊവൈഡ്സ് ടൈംലി ഇന്റർവെൻഷൻ, നല്ലൊരു ഇടപെടൽ വേണം. എവിടെ നിന്നൊക്കെ വേണത്? അവരുടെ കുടുംബത്തിന്റെ ഒരു പിന്തുണ വേണം കുട്ടികൾക്ക്.
അച്ഛനും അമ്മയും കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്കൊരു കൂട്ടായി നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ സുഹൃത്തുക്കളോട് സംസാരിക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കണം. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോകണം. ഇതൊക്കെ അവർക്ക് അതിൽ നിന്നും, ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്നും തടയാൻ സഹായിക്കുന്നുണ്ട്. മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പം മനസ്സിന് വളരെയധികം വിഷമങ്ങളൊക്കെ വന്ന് ഡിപ്രഷനായി അങ്ങേയറ്റം നെഗറ്റീവ് ചിന്തകളും എല്ലാമായി വരുമ്പോൾ നമുക്കത് അസുഖമായിട്ട് ശരീരത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അസുഖമായിട്ട് നമ്മുടെ ബോഡിയിലേക്കും വരുന്നുണ്ട്. അപ്പം ഒരു മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിനെ ചികിത്സിക്കാൻ തയ്യാറായിരിക്കണം. അടുത്തത് ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ്. കോൺസെൻട്രേഷനും ഫോക്കസും ഇംപ്രൂവ് ചെയ്യണം. ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് കുട്ടികൾക്ക്, ടെൻഷനൊക്കെ കൂടുന്ന സമയത്ത് കുട്ടികൾക്ക് ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടുമോ? കുട്ടികൾ സെഷനിൽ വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരങ്ങനെ ചിന്തിച്ച് അവരുടെ മൈൻഡ് സെറ്റേ നെഗറ്റീവായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലെ ആ കോൺഫിഡൻസിനെ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പം ഒന്നിലും അവർക്ക് ശ്രദ്ധ കിട്ടാത്തൊരവസ്ഥ വരും. ശ്രദ്ധ ഉണ്ടാകില്ല, അറ്റൻഷൻ ഉണ്ടാകില്ല, ഫോക്കസ് കിട്ടില്ല. ഹെൽപ്സ്, അപ്പൊ കൗൺസിലിംഗ് അവിടെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? ഹെൽപ്സ് റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. അവരിലുണ്ടാകുന്ന ആ ഡിസ്ട്രാക്ഷൻസിനെ റിമൂവ് ചെയ്യാൻ കൗൺസിലിംഗ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്ട്രാക്ഷനെ എങ്ങനെ, ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയുമുള്ള ഒരു പഠനം, അതൊരു വിജയത്തിന്റെ ഒരു ഘടകമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും കൂടെയുള്ള ഒരു പഠനം. അപ്പൊ പഠിക്കുമ്പോൾ മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ പഠനം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. കുട്ടിയുടെ ശ്രദ്ധ എളുപ്പത്തിൽ മാറും. ഈ സോഷ്യൽ മീഡിയ, അതുപോലെ മൊബൈൽ ഫോണ്, അതൊക്കെ ഇന്ന് കുട്ടികൾ, ഇതൊന്നും ഉപയോഗിക്കാത്ത കുട്ടികളൊന്നും തന്നെ ഇന്ന് ഉണ്ടാകില്ല. അപ്പൊ അതൊക്കെ അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ റിമൂവ് ചെയ്യാൻ പഠിക്കണം. പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കാനും അതുപോലെ സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കുവാനും ഒക്കെ ശ്രദ്ധിക്കണം. എങ്കിലേ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ ശരിക്ക് വരികയുള്ളൂ. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വീട്ടിൽ പോയി ഫോണിലൊക്കെ കളിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ എക്സാം എഴുതുമ്പോൾ അവർക്ക് ശരിക്കും മാർക്ക് കുറയാറുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും അതൊരു ഡിസ്ട്രാക്ഷൻ ആണ്. അതുമൂലമാണ് മാർക്ക് കുറഞ്ഞെന്ന് അവർക്ക് അവെയർ ആകുന്നുണ്ട്. മറ്റൊന്ന്, ടീച്ചേഴ്സ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ്. മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് ഉണ്ട്. വളരെ മനസ്സിനെ ഈ മൊമെന്റിലൂടെ പോകാനും. അപ്പൊ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ടെൻഷനും അതൊക്കെ കൂടുമ്പോൾ അതൊരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് വരും. അതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തനിക്ക് കിട്ടിയ മാർക്ക് കഴിഞ്ഞു പോയതല്ലേ, അതിനെക്കുറിച്ച് ആലോചിച്ച് കുട്ടികൾ ടെൻഷനാവും. അപ്പൊ അതൊരു ഡിപ്രഷനിലേക്ക് അവരെ കൊണ്ടുപോകും. അപ്പൊ ആ രണ്ടിലും പെടാതെ ഈ മൊമെന്റിൽ ജീവിക്കാൻ, ഈ പ്രസന്റ് മൊമെന്റിലൂടെ പോകുവാൻ കുട്ടികൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു കൗൺസിലിങ്ങിലൂടെ അവര് അത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നതിനനുസരിച്ച് അവരിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്കോറിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഗൈഡ്സ് സ്റ്റുഡൻസ് ടു സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പൊ ഒരു വലിയൊരു ഗോളാണ് ആ കുട്ടി സെറ്റ് ചെയ്തതെങ്കിൽ അത് നേടാൻ സാധിക്കാതെ അവന് ടെൻഷൻ കൂടും, സ്ട്രെസ് കൂടുന്നുണ്ട്. അതിന് പകരം തനിക്ക് നേടാൻ പറ്റുന്ന ഗോളുകൾ
സെറ്റ് ചെയ്ത് അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങളിലൂടെ അവന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ നേട്ടങ്ങൾ കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. ഒരു ലക്ഷ്യം നിർബന്ധമായിട്ടുണ്ടാക്കണം, ഒരു ഗോള് സെറ്റ് ചെയ്യണം. അതുപോലെ സാധ്യമായിട്ടുള്ള റിയലിസ്റ്റിക് ഗോൾസ് ആയിരിക്കണം അത്. ചെറിയ ലക്ഷ്യം നേടുമ്പോൾ അവന്റെ കോൺഫിഡൻസ്, കുട്ടികളുടെ കോൺഫിഡൻസ് കൂടും. മറ്റൊന്നാണ് എൻകറേജസ് ഹെൽത്തി പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരു ബ്രോക്കൺ ഫാമിലിയിലെ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ അവന്റെ ലൈഫ് ലോങ് അവനെ ബാധിക്കുന്നുണ്ട്. വീട്ടിലെ അന്തരീക്ഷം എന്താണോ, അച്ഛനും അമ്മയും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ആ ഹെൽത്തി ആണെങ്കിൽ അത് ആ കുട്ടിയെ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും അവനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഗൈഡ്സ് പാരന്റ്സ് ടു റെഡ്യൂസ് പ്രഷർ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടാകേണ്ടത്. ഒരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് 2-3 വർഷം മുമ്പ് ഒരു പെൺകുട്ടി കൗൺസിലിംഗ് സെഷന് വന്നിരുന്നു. അവള് വന്ന് കുറച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. ഒരു റാപ്പോ ഒക്കെ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവള് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരുപാട് കരഞ്ഞു. പിന്നീട് എന്നോട് പറയാണ്, അവളുടെ കഥ പറയാ. ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ഒരു അടുപ്പം തോന്നിയ ഉടനെ അവൾ അങ്ങ് കഥ പറയാൻ തുടങ്ങി. അവളുടെ അച്ഛനും അമ്മയും അവളും അവളുടെ താഴെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട്. അവള് താമസിക്കുന്നത് അമ്മയുടെ കൂടെയാണ്. അച്ഛനും അമ്മയും ഗൾഫിലാണ്. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതൊക്കെ അവൾക്ക് ഓരോ ജോലി കൊടുക്കാനാണ്. അത് ചെയ്തോ, ഇത് ചെയ്തോ, പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. അവൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിന് വഴക്ക് പറയാം. അല്ലാതെ അവൾക്കൊന്നും പാരന്റ്സിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ അവളുടെ അനിയത്തിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം കൂടെ ഇവള് നോക്കണം. അങ്ങനെ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും പാരന്റ്സിൽ നിന്ന് കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവൾ ചെയ്യണം, കൂടെ അവൾ പഠിക്കും വേണം. അങ്ങനെ ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു. അവളുടെ മനസ്സിൽ എല്ലാ വിഷമങ്ങളും തീർത്തു. അവളെ ഒരു റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നല്ലൊരു ഇതിലേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് താങ്ക് യു ഒക്കെ പറഞ്ഞു പോകുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് അവള്, മാമിന് ഞാനൊന്ന് ഹഗ് ചെയ്യട്ടെ. ആ കുട്ടിക്ക് അവിടെ മിസ്സായത് എന്താ? അവളുടെ അച്ഛന്റെ അമ്മയുടെയും ഒക്കെ ഒരു സ്നേഹമാണ് അവൾക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ശരിക്കും അതിന്റെ ഒരു വിഷമായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവൾ. നല്ല കാര്യബോധവും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ ഉണ്ട്. ഇന്നത്തെ കുട്ടികളുടെനേക്കാളും ഒരു പക്വത അവൾക്കുണ്ട്. പക്ഷെ അവൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം, അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് ആ കുട്ടികൾക്ക് അവരുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നുണ്ട്. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ അത് വരുത്തുന്നുണ്ട്. പ്രൊമോട്ട്സ് ഇമോഷണൽ സപ്പോർട്ട് അറ്റ് ഹോം. ആ കുട്ടിക്ക് വൈകാരികമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതാണ് ആ സെഷന് വന്നപ്പോൾ അവൾക്ക് പൊട്ടിക്കരഞ്ഞത്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം കുട്ടികൾക്ക് കിട്ടണം, സപ്പോർട്ട് കിട്ടണം. കുട്ടികളോട് അച്ഛനും അമ്മയും ചോദിക്കണം, നിനക്ക് എന്താണ് നിന്റെ ബുദ്ധിമുട്ട് മോളേന്നോ, അല്ലെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് എന്താണ് മകനെ എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. എങ്കിൽ അവർക്ക് കുട്ടികളുടെ മുഴുവൻ കഴിവിനെയും പുറത്തെടുക്കാൻ കഴിയും. അവരുടെ ആത്മവിശ്വാസം കൂടും. എൻകറേജസ് അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പാരിസൺ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കമ്പാരിസൺ കുറയും. കാരണം പാരന്റ്സ് മറ്റുള്ള കുട്ടികളുമായിട്ട്, ചില പാരന്റ്സ് ഉണ്ട്, മക്കള് മാർക്ക് പറയുന്ന സമയത്ത് അവരുടെ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് ചോദിച്ചിട്ട് തന്റെ കുട്ടിയെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുമൂലം കുട്ടിക്ക് പിന്നെയും സ്ട്രെസ് ആയി തുടങ്ങും. അപ്പം അതിന് പകരം എൻകറേജ് ചെയ്യണം. എൻകറേജ് അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പാരിസൺ. കമ്പാരിസൺ ചെയ്യുന്നതിന് പകരമായിട്ട് കുട്ടിയെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതൊക്കെ അവരുടെ കഴിവിനെ കൂടുതൽ പുറത്തേക്ക് എടുക്കുവാൻ സഹായിക്കും.
പരീക്ഷയെ കോൺഫിഡൻറ്റോട് കൂടെ അപ്രോച്ച് ചെയ്യാനൊക്കെ അത് കുട്ടിയെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൗൺസിലിങ്ങിലൂടെ ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അടുത്തതാണ് പ്രൊമോട്ട്സ് ഓവറോൾ വെൽബീയിങ്. സമഗ്രമുള്ള ഒരു ക്ഷേമത്തിനെ കൗൺസിലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള വെൽബീയിങ്, ഫിസിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, സ്പിരിച്വൽ വെൽബീയിങ്, എൻവിയോൺമെന്റൽ വെൽബീയിങ്, ഫിനാൻഷ്യൽ, ഒക്യുപേഷണൽ, ഇമോഷണൽ വെൽബീയിങ്. ഓവറോൾ വെൽബീയിങ്ങിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? സ്ലീപ്പ്, മതിയായ ഉറക്കം വേണം. നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഓർമ്മശക്തിയെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, തലവേദന ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം വേണ്ടത്ര ഉറക്കം അത്യാവശ്യമാണ്. അതുപോലെ ന്യൂട്രീഷൻ, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം കുട്ടികള്, അതുപോലെ പഴങ്ങള്, അതൊക്കെ അവരുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ എക്സസൈസ്, ശരിയായിട്ടുള്ള വ്യായാമം, ചിട്ടയായിട്ടുള്ള വ്യായാമം അവർക്ക് മൂഡ് സ്വിങ്സിൽ നിന്നൊക്കെ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ല എക്സസൈസ് അവരെ നല്ല എനർജറ്റിക് ആയിട്ടും അതുപോലെ ഉഷാറായിട്ടും അവരുടെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ എക്സസൈസ് അവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കളികള്, അതൊക്കെ എക്സസൈസിൽ, സ്പോർട്സ്, അതൊക്കെ അവരെ സഹായിക്കുന്നുണ്ട്. എൻകറേജസ് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ, ഒരു ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈല് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അവരെ സഹായിക്കുന്നുണ്ട്. ഉറക്കം കുറഞ്ഞാൽ കുട്ടികൾക്ക് സമ്മർദ്ദം കൂടി, ക്ഷീണം കൂടൊക്കെ ചെയ്യും. അപ്പം ശ്രദ്ധക്കുറവ് ഉണ്ടാകും. അതിൽ നിന്നൊക്കെ നല്ല ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഉറങ്ങണം ശരിയായിട്ട്. ശരിക്ക് ഉറങ്ങാതെ കുട്ടികളുടെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉറക്കം ഒഴിഞ്ഞ് അവർ പഠിക്കുമ്പോൾ. സപ്പോർട്ട്സ് ബോത്ത് അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. അതുപോലെ കൗൺസിലിങ്ങിലൂടെ കൗൺസിലർ അക്കാദമിക് ആയിട്ടും ഒരു പേഴ്സണൽ ആയിട്ടുമുള്ള ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഠനത്തില് ഒരു ചിട്ടയായ പഠനക്രമം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ടൈം ടേബിൾ പ്രകാരം കുട്ടിക്ക് പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്മോൾ ടാസ്കുകളാക്കിയിട്ട് പഠനത്തിനെ സ്മോൾ ടാസ്കുകളാക്കി മാറ്റിയിട്ട് പഠനം എളുപ്പകരമാക്കാൻ ഒരു കുട്ടിയെ കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. തൻ്റെ പേഴ്സണൽ ഗ്രോത്തിനും തൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നിലുള്ള സ്ട്രെങ്ത്തിലേക്ക് ഒരു കുട്ടിയെ നോക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ വീക്ക്നെസ് സാധാരണ കുട്ടികൾ അവരവരുടെ വീക്ക്നെസ്സാണ് നോക്കാറ്, തൻ്റെ കഴിവിലേക്ക് അവർ നോക്കാറില്ല. അതുകൊണ്ടാണ് അവർക്ക് സമ്മർദ്ദം ഉണ്ടാകാറ്. ഒരു കുട്ടിയെ അവന്റെ ഉള്ളിലെ സ്ട്രെങ്ത്തിലേക്ക് നോക്കുവാൻ ഒക്കെ ഒരു അവയർനെസ് കിട്ടുന്നത് ഒരു കൗൺസിലിംഗ് സെഷനിലൂടെ അവന് ആ അവയർനെസ് ഉണ്ടായി തീരുകയാണ് ചെയ്യുന്നത്. അത് അവന്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ വെൽ ബീയിങ്ങിലേക്ക് കൗൺസിലിംഗ് കുട്ടികളെ എത്തിക്കുന്നുണ്ട്. അതുപോലെ ഹോർമോൺ, ഈ വ്യായാമം ചെയ്യുന്നത്, കൂടുതൽ വ്യായാമം ചെയ്യുന്നതിലൂടെയൊക്കെ കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് കൂടുന്നുണ്ട്. ഡോപ്പമിൻ, സെറോട്ടോണിൻ ഒക്കെ കൂടുമ്പോൾ അവരിൽ വളരെയധികം അവരുടെ ഉന്മേഷം പുറത്തേക്ക് വരുന്നു, അവരിൽ സന്തോഷം ഉണ്ടാകുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നു. മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ അവരിൽ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അവരുടെ മൂഡ് തന്നെ മാറാൻ അത് സഹായിക്കുന്നുണ്ട്. അതൊക്കെ കൗൺസിലിങ്ങിലൂടെ അവർക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഓവറോൾ ഒരു വെൽ ബീയിങ്ങിലേക്ക് കുട്ടികളെ എത്തിക്കുന്നുണ്ട് കൗൺസിലിംഗ്. അപ്പൊ ഇന്ന് നമ്മളെ സെഷൻസിൽ 8 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടൻസ് എക്സാമിൽ എത്രത്തോളമാണെന്ന്. ഒന്നാമത്തേത് റെഡ്യൂസസ് എക്സാം ആങ്സൈറ്റി, ഇംപ്രൂവ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. അടുത്തത് ബിൽഡ്സ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി വരുന്നു. അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എക്സാം ആങ്സൈറ്റി കുറയ്ക്കുന്നു. ടീച്ചർ സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്,
എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാമെന്ന് കുട്ടികൾ പഠിക്കുന്നു. അതുപോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ മെന്റൽ ഹെൽത്തിനെ വളർത്തിക്കൊണ്ടുവരുവാനും അതിന്റെ പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും കുട്ടിയെ സഹായിക്കുന്നു. അതുപോലെ ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ്, പഠനത്തിൽ കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം, അതുപോലെ ഫോക്കസ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിക്കുന്നു. അതിനുള്ള അവയർനെസ് കൗൺസിലിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. എൻകറേജസ് ഹെൽത്ത് പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ, പാരന്റും ചൈൽഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ, ഹെൽത്തി കമ്മ്യൂണിക്കേഷനെ എൻകറേജ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ പ്രൊമോട്ട്സ് ഓവറോൾ വെൽബീയിങ്, ഒരു സമഗ്രമായിട്ടുള്ള ഒരു ക്ഷേമം കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കൗൺസിലിംഗ് സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഡിസ്കഷൻ ചെയ്യുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു കൺക്ലൂഷൻ കൊടുക്കാം അല്ലെ? ഓക്കെ. അപ്പൊ പരീക്ഷകള് അറിവ് പരിശോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഒരു കുട്ടികളുടെ മാനസിക ശക്തിയും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും പരീക്ഷിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് വിദ്യാർത്ഥികളിലെ ഭയം, ഉത്കണ്ഠ, സമ്മർദ്ദം, ഇങ്ങനെയൊക്കെ ആത്മവിശ്വാസക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ വികാരങ്ങളെയൊക്കെ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ കൗൺസിലിംഗ് കുട്ടിയെ സഹായിക്കുന്നുണ്ട്. കൗൺസിലിംഗ് കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പ്രധാന തത്വമാണ്. അതെന്താന്ന് വെച്ചാൽ പരീക്ഷ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലാതെ അത് നമ്മുടെ മുഴുവൻ ജീവിതമല്ല എന്ന ഒരു സത്യമാണ് കൗൺസിലിംഗ് ഒരു വിദ്യാർത്ഥിയെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷയെ ഭയമില്ലാതെയും ശാന്തമായ മനസ്സോടെയും നേരിടാൻ കൗൺസിലിംഗ് കുട്ടിയെ സഹായിക്കുന്നുണ്ട്. പരാജയം ഒരു അവസാന വാക്കല്ല, വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. അപ്പം ഒരു വിദ്യാർത്ഥി കേൾക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും അതുപോലെ ഒരു വിമർശനമില്ലാതെ പിന്തുണയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവന്റെ ധൈര്യത്തോടെ അവന് പരീക്ഷ നേരിടുവാനും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. മാർക്സ് മെഷർ പെർഫോമൻസ്, ബട്ട് കൗൺസിലിംഗ് നർച്ചേഴ്സ് മൈൻഡ്സ് ബിഹൈൻഡ് പെർഫോമൻസ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. വിദേശ രാജ്യങ്ങൾ പോലെയല്ല ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഒക്കെ കൗൺസിലിംഗ് ഇപ്പോഴും എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഓരോ കുട്ടികളിലും പ്രത്യേകിച്ച് പരീക്ഷാക്കാലത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് ഇപ്പോഴും മാതാപിതാക്കൾക്കില്ല, അല്ലെങ്കിൽ കുട്ടികൾക്കുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പുനർജനി പോലെ PCT ഒരുക്കുന്ന ഫ്രീ ഫോൺ ഇൻ കൗൺസിലിംഗ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കൗൺസിലിംഗ് എത്രമാത്രം ഗുണകരമാണ്. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ വികാരങ്ങളെയും കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്ത് കളയാനുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രോസസ്സാണത് എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നത്. നമുക്കറിയാം, മാതാപിതാക്കളോട് പറയാൻ പറ്റത്തില്ല, കാരണം കുട്ടികളെക്കാളും വലിയ ടെൻഷനിലാണ് അവർ. ടീച്ചേഴ്സിന് ഒട്ടും പറയാൻ പറ്റത്തില്ല. പിന്നെ ആരോട് പറയും? പറയാൻ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി വേണം, അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് കൗൺസിലിംഗ്. പക്ഷേ ഈ കൗൺസിലിംഗ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഇപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷ സമയത്ത് കൗൺസിലിംഗ് എത്രമാത്രം പ്രയോജനകരമാണെന്ന് 8 വിഷയങ്ങളിലൂടെ മനോഹരമായി ബിന്ദു മാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു സെഷനായിരുന്നു. സാധാരണ രീതിയിലുണ്ടാകുന്ന ആങ്സൈറ്റി, ഇമോഷൻ സ്റ്റെബിലിറ്റി, കോൺഫിഡൻസിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റുമായ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, കോൺസെൻട്രേഷൻ, ഫോക്കസ്, അതുപോലെ തന്നെ പേരൻറ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ, ഇവിടെ എല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഗുണപ്രദമാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വളരെ മനോഹരമായ സെഷൻ എടുത്തു. താങ്ക് യു വെരി മച്ച്. നമുക്ക് മനോഹർലാൽ സാറിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് പറയുന്നതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ചോദിക്കാൻ മറക്കരുത്. മനോഹർ സാർ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ബിന്ദു മാം. നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. കോഴിക്കോട് നിന്നാണ് ബിന്ദു മാം വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ നല്ലൊരു അറിയപ്പെടുന്ന കൗൺസിലറാണ്. പാല ബ്രില്യൻ്റ്. അവരുടെ കോഴിക്കോട് ഒരുപാട്
സ്റ്റുഡൻസിനെ കൗൺസിൽ ചെയ്ത സ്റ്റുഡൻസ് കൗൺസിലർ എന്ന അനുഭവ സമ്പത്തിലൂടെയാണ് അവർ സംസാരിച്ചത്. നല്ല രീതിയിൽ PPT അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. കൗൺസിലിംഗ് എന്ന ആവശ്യമാണോ എന്നുള്ളത്, കൗൺസിലിംഗ് ആവശ്യമാണ്, പരീക്ഷാ ആശങ്കകൾ അകറ്റാൻ കൗൺസിലിംഗ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. നേരത്തെ നമ്മുടെ സൂചിപ്പിച്ച പുനർജനി പോലെയുള്ള ടെലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രസക്തമായ കാര്യം. നമ്മൾ പല സംഘടനകളും ഈ ടെലി കൗൺസിലിംഗ് പരിപാടികൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് സമൂഹത്തിലൊക്കെ വല്ലാതെ സുഖം ആളുകൾക്ക് പിന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കൗൺസിലിംഗിന്റെ പ്രത്യേകത അതൊരു ഉപദേശം കൊടുക്കുക അല്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധയോടെ കേൾക്കൽ, ആക്റ്റീവ് ലിസണിങ്ങും എമ്പതി ഗൈഡൻസും എല്ലാം കൗൺസിലിംഗ് വരുന്നത് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൗൺസിലിംഗ് എന്നൊരു റെഡിമെയ്ഡ് ആയിട്ട് ഒരു പ്രശ്നത്തിന് ഉത്തരം കൊടുക്കാനുള്ള ഒരു കാര്യമല്ല, മറിച്ച് വ്യക്തിക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക എന്നതാണല്ലോ കൗൺസിലിംഗ്, അല്ലേ? കൗൺസിലിംഗിന്റെ ഡെഫിനിഷൻ തന്നെ കൗൺസിലിംഗ് എന്നത് ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങള്, ആശങ്കകള്, ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങള്, തീരുമാനങ്ങൾ, സമ്മർദ്ദങ്ങളൊക്കെ കുറിച്ച് പരിശീലനം നേടിയ, അതവിടെ വളരെ അണ്ടർലൈൻ ചെയ്തൊരു കാര്യം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ, ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്റെ ചിന്തകളും വികാരങ്ങളും പങ്കുവെച്ച് അതിൽ മനസ്സിലാക്കി ക്വാളിഫൈഡ് ആയുള്ള ആള് മനസ്സിലാക്കി അതിലൂടെ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഫഷണൽ പ്രക്രിയയാണല്ലോ കൗൺസിലിംഗ്. അപ്പോൾ ഈ ഒരു സമയത്ത് പരീക്ഷാ സമ്മർദ്ദങ്ങള് ഉണ്ടാവുന്ന സമയത്ത് കൗൺസിലിംഗ് വളരെയധികം ആവശ്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും കുട്ടികളെക്കാൾ ഉപരിയായിട്ട് നമ്മളെ പാരൻസിനെയാണ് ഇപ്പോൾ കൗൺസിലിംഗ് നടത്തേണ്ടത് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ ശ്രീമതി ബിന്ദു പറഞ്ഞ പോലെ പല ആളുകളും വരുമ്പോൾ കുട്ടികൾ തന്നെ പാരൻസിനെയാണ് ഫോക്കസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. അതായത് സമ്മർദ്ദങ്ങളെ, ഭയങ്കര സമ്മർദ്ദങ്ങളാണ്, കമ്പാരിസൺ, പിന്നെ പല സ്കൂളിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ആയിട്ടുള്ള എക്സാം ആൻസൈറ്റി അവരെ ഒരുപാടുള്ള സമയമാണ്. അപ്പൊ അത് ഇവിടെ പറഞ്ഞ പോലെ ചേർത്ത് പിടിക്കണം, കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പാരൻസ് തയ്യാറാവണം. അപ്പൊ ഇതിലൊരു ഉദാഹരണം തന്നെ പറഞ്ഞല്ലോ, ഗൾഫിലുള്ള ഒരു ഫോറിനിലുള്ള ഒരു സ്ത്രീ അവരുടെ മകളുമായിട്ട് പിന്നെ അവർക്ക് ഒരു എന്താ പറയാ ടാസ്ക് കൊടുക്കുന്ന രീതിയിലാണ് അവര് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിന് പകരം നല്ലൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവമാണ്, കൗൺസിലിംഗ് അനുഭവമാണ്. അവരൊന്ന് ഹഗ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയാണെന്ന് പലപ്പോഴും കാണുന്നത്. കുട്ടികളെ ഒരു മെഷീനായിട്ട് മാറ്റുന്ന രീതിയിൽ ആളുകൾ മാറി. അതായത് അവർക്ക് ഈ പരീക്ഷാ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുള്ള പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിലെ രീതികളാണ് കുട്ടികളെ എക്സാം ഫിയറിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. എക്സാം സമയത്ത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ PPT ഒക്കെ തയ്യാറാക്കി അവതരിപ്പിച്ച ശ്രീമതി ബിന്ദു കോതേരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും PPTA സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു, നേരുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ PCTയുടെ കോട്ടയം ജില്ലയുടെ ഉണർവ് 20ാമത്തെ പ്രോഗ്രാമാണിത്. അതിൻ്റെ ഔദ്യോഗികമായ വോട്ട് ഓഫ് താങ്ക്സ് നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനർക്കും അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബാബു തോമസ് സാറിനെ ക്ഷണിക്കുകയാണ്. ബാബു സാർ, യു ആർ വെൽക്കം. പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, നമുക്ക് ഇന്ന് പരീക്ഷാ സമയത്ത് കൗൺസിലിംഗ് ആവശ്യമാണോ എന്ന വിഷയവുമായിട്ട് കടന്നു വന്നത് ബിന്ദു കോത്തേരിയാണ്. വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ സെഷൻ നയിക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ചും ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിലെ സ്റ്റുഡൻറ് കൗൺസിലറാണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ്
നടത്തുന്നുണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് ഈ വിഷയത്തിൽ സവിശേഷമായ രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുവാനായിട്ട് ഏറെ കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ അവതരിപ്പിക്കുവാനായിട്ട് ബിന്ദു കോത്തേരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇത്രയധികം പ്രയോജനം നമ്മുടെ കുട്ടികൾക്ക് ഈ സമയത്തുള്ള കൗൺസിലിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, പേരൻസിനു കൂടി കൗൺസിലിംഗ് ഈ സമയത്ത് ആവശ്യമാണ് എന്ന് പറയുകയുണ്ടായി. ഹെൽത്തി പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. കാരണം പേരൻസിന്റെ ആ ഒരു സമീപനം മെച്ചമാണെങ്കിൽ മാത്രമേ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ശരിയായ രീതിയിൽ വികസിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തില് ഏറെ കാര്യങ്ങൾ സ്ലൈഡിന്റെ ഒക്കെ സഹായത്തോടു കൂടി വളരെ ഹൃദ്യമായിട്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചു. കോട്ടയം PCTA പേരിലുള്ളതായ കൃതജ്ഞത ബിന്ദു കോത്തേരിക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ ഈ വെബിനാറിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറ് സ്ഥിരമായി സംബന്ധിക്കാറുണ്ട്. സാറിൻ്റെ മഹനീയ സാന്നിധ്യത്തിനും വാക്കുകൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സാബു കേരളമാണ്. ഔപചാരികതയുടെ പേരിൽ സാബു സാറിനും ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്. കോട്ടയത്തിൻ്റെ ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്നു കൂടി എറണാകുളത്തിൻ്റെയൊക്കെ ജോൺ ബേബി സാറ്, അതുപോലെ തന്നെ വിജയരാമൻ സാറ്, പോൾ സാറ് തുടങ്ങിയ എല്ലാവരും ഇതിലുണ്ടായിരുന്നു. എറണാകുളത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവർ, തുളസി മാഡമൊക്കെ ഇതിൽ സമ്മതിച്ചിരുന്നു. എല്ലാവർക്കും കോട്ടയം PCTA പേരിലുള്ളതായ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ്, അവരാണ് ഈ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ സജീവമാക്കുന്നത്. ഓമന ടീച്ചറൊക്കെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. നമ്മുടെ സ്ഥിരം ഇതിൽ എത്തുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കും കൂടി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ബാബു സാർ, താങ്ക് യു വെരി മച്ച്. ജോൺ ബേബി സാർ പറഞ്ഞു. Yeah, it was a nice evening. ബിന്ദു മാഡം നല്ല ഭംഗിയായിട്ട് സ്ലൈഡുകളിലൂടെ കൗൺസിലിങ്ങിന്റെ ആവശ്യവും അതുകൊണ്ടുള്ള പ്രയോജനത്തെ പറ്റിയും പറഞ്ഞു. ഞാൻ മനോജ് സാറ് പറഞ്ഞ വാക്കാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുട്ടികളെക്കാളും കൂടുതൽ കൗൺസിലിംഗ് വേണ്ടി വരുന്ന പേരൻസിനാണ്. പലപ്പോഴും പേരൻസിന്റെ ഒരു അൺറീസണബിൾ ആയിട്ടുള്ള എക്സ്പെക്ടേഷനും അവരുടെ അൺറീസണബിൾ ആയിട്ടുള്ള ആൻസിയറ്റിയും സ്ട്രെസ്സുമാണ് കുട്ടികളെ സ്ട്രെസ്സിലേക്ക് ആൻസിയറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അറിയാൻ പാടാത്ത പേരൻസും ഒരു പ്രശ്നമായി മാറുകയാണ് കുട്ടികൾക്ക്. അപ്പൊ ഈ കൗൺസിലിംഗ് നന്നായിട്ട് എടുത്തു, നല്ല ക്ലാസ്. അപ്പൊ കുട്ടികളോടൊപ്പം നമുക്ക് ഈ പേരൻസിനെ കൗൺസിലിംഗ് എങ്ങനെ ഇൻവോൾവ് ചെയ്യാമെന്നുള്ള ഒരു വലിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. ബിന്ദു മാഡത്തിന് എൻ്റെ പ്രത്യേകം നന്ദി. നന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യവും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ക്ലാസ് എടുത്തു. താങ്ക് യു. ഈ പ്രോഗ്രാം അത്ര ഭംഗിയായിട്ട് നടത്തുന്ന സാബു സാറിന് പ്രത്യേകം താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സാർ. വിജയരാമൻ സാർ. കേൾക്കുന്നുണ്ട് എന്നെ? ഉണ്ട് സാർ. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ബിന്ദു കൊത്തരി മാമിന് ഒരു നന്ദി പറയാണ്. വളരെ അനുകരണീയമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള നല്ല ഉത്തേജനം, നല്ല പ്രചോദനം തരുന്ന ഒരു ക്ലാസ്.
അതാണ് ഉണ്ടായത്. അപ്പോ ഇത് നല്ല ക്ലാസ് ആകുമ്പോൾ നല്ല കാര്യങ്ങളാകുമ്പോൾ ഫുഡ് ഫോർ തോട്ട്സ് ആയിരിക്കും. ഒന്ന് രണ്ട് ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു. ഒന്ന് എന്റെ മൂത്ത മോന്റെ കാര്യമായിരുന്നു. അവൻ സ്കൂളിൽ ഫസ്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ സ്കൂളിന് ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര പേടിപ്പിച്ചു അവനെ സ്കൂളിൽ ടീച്ചർമാര്. നീ തോറ്റു എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അത്ര ടെൻഷനിൽ അവൻ ഇന്ന് പഠിച്ചു. അപ്പൊ ഞാൻ ഇതൊക്കെ കൗൺസിലിംഗ് കുറച്ച് പഠിച്ചാലല്ലേ, ഞാൻ പറഞ്ഞു നീ വിജയിക്കും, നീ നല്ല മാർക്ക് വാങ്ങും. ആ പോസിറ്റീവ് അഫർമേഷൻ ആണ് ഞാൻ അവന് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ അവൻ സ്കൂളിൽ ഫസ്റ്റ് ആയി വളരെ 94, 95 അങ്ങനെയൊക്കെ പെർസെന്റേജ് മാർക്ക് വാങ്ങി. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ മാത്രാണ് എന്നോട് നല്ലത് പറഞ്ഞിട്ടുള്ളത്. അവൻ കരഞ്ഞു പോയി, അവന്റെ കണ്ണിന്ന് കണ്ണീര്. അതേപോലെ തന്നെ മാം പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ എന്റെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട്. ഞാനിപ്പോ ഈ വയസ്സാം കാലത്തും 65 വയസ്സ് 64 അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതില് ഞാൻ പഠിക്കുന്നു. MSc കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി ഞാൻ ചെയ്തു. അപ്പോ പഠിച്ച് പരീക്ഷ എഴുതാനാണ് ഏറ്റവും പാട്, റിട്ടേൺ എക്സാം. അപ്പോ 2 പരീക്ഷയുടെ തലേദിവസമായപ്പോഴപ്പോ എനിക്കിത് പറ്റൂല, ഞാൻ ഇട്ടേച്ച് പോവാന്നുള്ള മനസ്സ് വന്നു. അപ്പൊ എനിക്കൊരു മൂത്ത ചേട്ടനുണ്ട്. ആ ചേട്ടനെ ഞാൻ വിളിച്ചു. ചേട്ടൻ പറഞ്ഞു നീ വിജയിക്കും, ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുന്നു. ആ ഒരൊറ്റ വാചകത്തിന്റെ പുറത്താണ് ഇന്നിപ്പോ എന്റെ അടുത്ത് MSc കിട്ടിയിട്ടിരിക്കുന്നെ. അപ്പൊ മാം പറഞ്ഞു വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് ഇപ്പൊ ഈ കൗൺസിലിംഗ് വേണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ആ സ്റ്റിഗ്മയുടെ വശമുണ്ട്. അതാണ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടി വരിക. എവിടെ ഇത് പറയുന്നു അത് അവിടെ, സ്കൂളിലായാലും ഏത് വേദിയിലായാലും. എന്താ എന്റെ മക്കൾക്ക് വല്ല പ്രശ്നമുണ്ടോ അല്ലെ, ചിന്തിക്കുന്ന അങ്ങോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതൊന്ന് ആദ്യം അഡ്രസ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. നിങ്ങളുടെ മക്കൾക്ക് അല്ല അതന്നെ പറഞ്ഞോട്ടെ, അതുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ ആ കൗൺസിൽ ഉണ്ടെങ്കിൽ അല്ല പറ്റുക, അത് വേറെ ചികിത്സ വേണം. ഇത് നിസ്സാര പ്രശ്നങ്ങൾ പരിഹരിക്കാന്നാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റിഗ്മ മാറ്റാനുള്ള കാര്യം കൂടി ആദ്യം തന്നെ ചെയ്യണം എന്നും കൂടിയാണ് എനിക്ക് പറയുള്ളത്. വളരെ നന്നായിരുന്നു ക്ലാസ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എവറി കൗൺസിലേഴ്സ് ഓർ ട്രെയിനേഴ്സ് ലൈക്ക് ദിസ് ടു എവരിവെയർ. ഈ സ്റ്റിഗ്മ മാറ്റാനും കൂടിയായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വേണം. വളരെ നന്നായി ക്ലാസ്. താങ്ക് യു സർ. വെൽക്കം. താങ്ക് യു സാർ. തുളസി സൗരഭി ഉണ്ടോ? പത്മ മാം, അതുപോലെ തന്നെ സുരഭി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ആർക്കെങ്കിലും? സരളമ്മ. പത്മ മാം പറയൂ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ 2-3 ക്ലാസ്സായി നമ്മൾ പരീക്ഷയായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ളത്. ഈ പരീക്ഷാക്കാലത്ത് അത് നല്ല ക്ലാസ് ആയിരുന്നു. വിശദമായിട്ട് വളരെ സൗമ്യമായിട്ട് സാവധാനത്തിലുള്ളൊരു ക്ലാസ് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാം ശരിയാ തന്നെയാ. നമുക്ക് പണ്ട് പറയും തീരെ പഠിക്കാത്തവർക്കും നന്നായി പഠിക്കുന്നവർക്കും ഒട്ടും പേടി ഉണ്ടാവില്ല പരീക്ഷ. പണ്ടങ്ങനെ പറയും. അപ്പോ പഠിക്കാത്തവരെ വരുന്ന പോലെ വരട്ടെ എന്നുള്ള ഒരു ഭാവം, പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു കോൺഫിഡൻസ് എന്ത് വന്നാലും എഴുതാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ മാനസികാവസ്ഥയെ പറ്റി വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ ആയിട്ടുള്ള കുഴപ്പം ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. പണ്ട് കുട്ടികളെ കഴിവിനനുസരിച്ച് പഠിക്കുക, പിന്നെ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അത്ര പേരൻസ് ചെയ്യാറുണ്ട്. കഴിവുള്ള കുട്ടികൾ പഠിക്കും, അല്ലാത്തവര് അവരവരെ കഴിവ് പോലെ അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് കൗൺസിലിംഗെല്ലാം കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലതാ കുട്ടികൾക്ക്. പരീക്ഷനെ പറ്റിയിട്ട് അവർക്ക് അത് പരീക്ഷ കൊണ്ടുവന്നുള്ള ഗുണവും അതേസമയം ആ പേടി കൊണ്ടുള്ള ദോഷം അതെല്ലാം മനസ്സിലാക്കാൻ കൗൺസിലിംഗ് കൊണ്ട് പറ്റുന്നതാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഓർമ്മയിൽ വന്നു. നമുക്കത് ആയിരുന്നല്ലോ അക്കാലത്ത് ഏറ്റവും പേടിയുള്ളത്. അപ്പോ ഒരാഴ്ച ഉണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ബുധനാഴ്ച തുടങ്ങും. മോർണിംഗ് ആഫ്റ്റർനൂൺ വിധം 2 പരീക്ഷ ഉണ്ടാവും. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പോ പഠിച്ചു തന്നെ ഒന്നും കൂടി നോക്കാൻ പോലും നമുക്ക് പറ്റുന്ന ഒരു സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ഇതാണ്. അടുത്ത ബുധനാഴ്ച കഴിഞ്ഞു. ആ സാറ്റർഡേ സൺഡേ മാത്രമേ പിന്നെ കിട്ടുകയുള്ളൂ. പിന്നെ ഇപ്പോൾ പാരൻസിനെ തന്നെയാണ് ഇവിടെ പലരും പറഞ്ഞ പോലെ പാരൻസിനാണ് കുറച്ചുകൂടി കൗൺസിലിംഗ് കൊടുക്കേണ്ടതെന്ന് തോന്നാറുണ്ട്. അത് അവർ കുട്ടികളെ കമ്പയർ ചെയ്ത് പിന്നെ മാർക്ക് മാത്രം
അതിൽ മാത്രം അവർക്ക് ശ്രദ്ധ. എല്ലാവരും മുമ്പിൽ കാണിക്കാനോ എന്താണെന്നറിയില്ല. LKG മുതൽ കുട്ടികളെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന പാരൻസിനെയാണ് ഉള്ളത്. ഇത് ഒഴിവാക്കിയാൽ തന്നെ കുട്ടികളെ ടെൻഷൻ കുറയുമെന്നാണ് തോന്നുന്നത്. പിന്നെ ചില ടീച്ചേഴ്സും ഉണ്ട് സ്കൂളിന്റെ സ്പെസിഫിക് വേണ്ടി കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുന്നത്. അറിഞ്ഞോണ്ടല്ലെങ്കിൽ അവർക്ക് അറിയായിരിക്കും, പക്ഷേ അവരതിലേക്ക് ആയിപ്പോകുന്നതാവും. അപ്പൊ ഏതായാലും ടീച്ചർ മാത്സിന്റെ ക്ലാസ്സിൽ വളരെ നല്ലതായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. തുളസി മാം ഉണ്ടോ? സരളമ്മ, സറാമ ഡേവിഡ്. ആർക്കും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് റോയ് സാറിലേക്ക് പോകാം. റോയ് സാർ. സാറേ, പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് റോയ് സാർ, ഒരു സെക്കൻഡ്. എനിക്ക് എന്നെ ഒരുപാട് താമസിച്ചാണ് എന്നെ അഡ്മിറ്റ് ആക്കിയതെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്ലാസ് കേട്ടോ. ഞാൻ സ്കൂളിൽ അടുത്ത സമയത്ത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ പോയായിരുന്നു. പക്ഷെ കുറെ മാഡം പറഞ്ഞ കുറെ പോയിന്റ്സ് എനിക്ക് അറിയാത്തതുണ്ടായിരുന്നു. എനിക്കതൊക്കെ കിട്ടി. എല്ലാം കൊണ്ടും നല്ലതാണ്. മാഡത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. ഓക്കെ, റോയ് സാർ. ഈ പരീക്ഷാ സമയത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൊച്ചുങ്ങൾക്ക് അവർ കൊടുക്കണേക്കാൾ കൂടുതൽ ഉപദേശം കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ പേരൻസ് ഒക്കെ ധരിച്ചു വെച്ചത്. പക്ഷേ അവർക്കൊരു പ്രോപ്പർ ഇൻസൈറ്റ് കൊടുക്കുന്നതിന് ഈ 8 കാര്യങ്ങൾ വളരെയധികം ഉപകരിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻകറേജ് പേരൻ്റ് ചൈൽഡ് റിലേഷൻ. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന വിഷയം. അത് തന്നെ പിന്നെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതിനും ഫോക്കസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഓവറോൾ വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഇത് ആവശ്യമാണ് എന്ന് 8 കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുന്നതിന് ഇത് ഉപകാരപ്രദമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ 8 കാര്യങ്ങൾ എക്സാമ്പിൾ സഹിതം വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തത് മറ്റ് പേരൻസിനും, കുട്ടികൾക്കല്ല പേരൻസിന് ഇത് എങ്ങനെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉപകരിക്കും എന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ബിന്ദു കോട്ടയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെയധികം പ്രശംസ അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ജോഷി സാർ. ജോഷ് സാർ ആർക്ക്? ജോഷ് സാർ അഡ്മിറ്റ് ചെയ്തു. ജോർജ് സാർ ഉണ്ടോ? ഓക്കെ, എങ്ങനെയാണെങ്കിൽ ബിന്ദു മാം ഒരു ഫൈനൽ കമന്റോടെ പറയും. ജോഷ് സാർ വന്നു. ഒരു സെക്കൻഡ്. ജോഷ് സാർ പറയൂ. ബിന്ദു മാമിന് ഒരു വലിയ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കട്ടെ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആവശ്യമുള്ളതാണ് ഈ അഭിനന്ദനം എന്ന് പറയുന്നത്. അത് കുട്ടിയെന്നോ കുഞ്ഞെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വ്യത്യാസപ്പെടുത്താൻ പറ്റില്ല. ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കുടുംബ ജീവിതക്കാർക്കാകട്ടെ, പേരൻസിനാകട്ടെ, സകലർക്കും. പ്രത്യേകിച്ച് വളരെ ഉന്നതമായ നിലയിൽ വികരിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഈ സ്വിച്ചിട്ടതുപോലെ ഇരുന്നു പോകുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു സാമാന്യ ശീലമാക്കി മാറ്റേണ്ടുന്ന ഒന്നാണ്. കുട്ടികളെ നമ്മൾ പ്രത്യേകം ഇപ്പൊ പാരൻസ് എന്നുള്ള നില ആളുകളോട് തീർച്ചയായിട്ടും അവരെ ഫോക്കസ് ചെയ്യുന്നു. ഇത് എല്ലാ തുറകളിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ പാഠ്യ വിഷയങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടുന്ന ഒന്നാണിത്. നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുക, നല്ല കാര്യങ്ങൾ. അത് പൊതുവെ പറയും, അത് മലയാളിക്ക് മാത്രമാണോ, ഒരുപക്ഷെ ലോകത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാകുമായിരിക്കും. പൊതുവെ നമ്മൾ അതിൽ പിശുക്കുള്ളവരാണ്. നമ്മൾ അങ്ങനെ ഒരു രീതി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ബിന്ദു മാം തുടർന്നും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുക. താങ്ക് യു. ജോർജ് സാർ. താങ്ക് യു സർ. ഹായ്,
ബിന്ദുമ്മ കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. പറയാതിരിക്കാൻ വയ്യ. ഒരു കുറച്ച് സമയം കൊണ്ട് അഷ്ടാംഗ വിദ്യകൾ 8 കാര്യങ്ങളിലൂടെയുള്ള സൂത്രവിദ്യ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? സങ്കീർണമായ പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ നന്നായിരുന്നു. ആർക്കും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കുട്ടികളിലേക്കും മാതാപിതാക്കളിലേക്കും ചുമ്മാ കാഷ്വലായിട്ടൊന്ന് പറയാൻ പോലും ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ യൂട്യൂബിൽ നോക്കിയാലും അത് ഉൾക്കൊള്ളാൻ കഴിയും. നന്നായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ആ എക്സ്പീരിയൻസ് എല്ലാം എല്ലാ ഓഡിയൻസിനും കിട്ടിയിട്ടുണ്ട്. ആ കഴിവുകൾ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ ബിന്ദു പറഞ്ഞു. എല്ലാവർക്കും ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ വരാൻ സാധിച്ചതിന്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനോഹർലാൽ സാറാണ് എന്നെ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത്. സാറിനും താങ്ക്സ്, സാബു സാറിനൊക്കെ പ്രത്യേകം താങ്ക്സ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഞായറാഴ്ച വീണ്ടും നമുക്ക് കാണാം. സോ താങ്ക് യു മനോഹർലാൽ സാർ. താങ്ക് യു. സീ യു. ഓക്കെ സർ, താങ്ക് യു. ഈ പരിപാടി നല്ല രീതിയിൽ കൊണ്ടുവന്ന സാറിനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അല്ലേ. ഈ പ്ലാറ്റ്ഫോം സജീവാക്കുന്നുണ്ട്. ഈ കൂടത്തിലുള്ള എല്ലാവരും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആ ഓക്കെ, താങ്ക് യു. സീ യു ആൻഡ് ഗുഡ് ബൈ.